മരിച്ചാലും ഈ 7 കാര്യങ്ങൾ ആരോടും പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടാനും ആത്മാഭിമാനം നിലനിർത്താനും ആളുകൾക്കിടയിൽ നിങ്ങളുടെ ശക്തി നിലനിർത്താനും ചില കാര്യങ്ങൾ ആരുമായിട്ടും പങ്കുവെക്കരുത്. എന്ത് സംഭവിച്ചാലും ശരി, ഇവ മറ്റൊരാൾ അറിഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ നേട്ടം മുതലെടുക്കാൻ തുടങ്ങും. അവർ നിങ്ങളെ ദുർബലരായി കണക്കാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. ലോകം എപ്പോഴും നിങ്ങൾക്കെതിരെ അവസരങ്ങൾ തേടുകയാണ്. ചില തെറ്റുകൾ ചെയ്താൽ നിങ്ങൾ തന്നെയാണ് അവർക്ക് ആ ആയുധം നൽകുന്നത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, കുടുംബത്തിലെ അടുത്ത ഒരംഗം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസ്തനായി കരുതുന്ന ആരെങ്കിലുമാകട്ടെ, ചില കാര്യങ്ങൾ നിങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ കെണിയാകും. അപ്പോൾ മരിച്ചാലും ആരോടും പറയാത്ത ആ 7 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇതിൽ ചില തെറ്റുകൾ നിങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ടാവാം. വിജയിക്കാൻ അറിഞ്ഞിരിക്കേണ്ട രഹസ്യങ്ങൾ. ഈ ലോകത്ത് ഓരോ മനുഷ്യനും അവരവരുടെ രീതിയിൽ ജീവിക്കുന്നു. സ്വന്തം രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ജീവിതത്തിന്റെ വണ്ടി മുന്നോട്ട് നയിക്കുന്നു. എന്നാൽ ചിലർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിജയിക്കുന്നു, കൂടുതൽ വിവേകമുള്ളവരായി ജീവിക്കുന്നു, കൂടുതൽ സന്തോഷവാന്മാരായിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ലോകത്തിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങൾ മറച്ചുവെക്കണം, ഏതൊക്കെ തുറന്നു പറയണം എന്ന് അവർക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാക്കുകൾ ഗൗരവമായി എടുക്കണം എന്നും നിങ്ങളുടെ ദുർബലത മുതലെടുക്കരുത് എന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ ആരോടും പങ്കുവെക്കരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എത്ര ദേഷ്യത്തിലായിരുന്നാലും, ആരെങ്കിലും നിങ്ങളെ എത്ര പ്രകോപിപ്പിച്ചാലും, നിങ്ങൾക്കൊരു വ്യക്തിയിൽ എത്ര വിശ്വാസമുണ്ടായിരുന്നാലും ശരി, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആരോടും പങ്കുവെക്കാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറാനും ഒരു ദിവസം നിങ്ങളുടെ ജീവിതം തകർക്കാനും സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെറുതായി തോന്നിയേക്കാം, പക്ഷേ അതിന്റെ ഫലം വളരെ ആഴത്തിലുള്ളതാണ്. അതിനാൽ ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. 1. നിങ്ങളുടെ ഏറ്റവും വലിയ ദുർബലത ആരോടും പറയരുത്. ഓരോ മനുഷ്യനും ഓരോ ദുർബലതയുണ്ടാകും. ചിലർക്ക് ദേഷ്യം പെട്ടെന്ന് വരും, ചിലരുടെ ആത്മവിശ്വാസം കുറവായിരിക്കും, ചിലർക്ക് ഒറ്റപ്പെടലിനെ ഭയമാണ്, ചിലർ മറ്റുള്ളവരുടെ വാക്കുകളിൽ എളുപ്പത്തിൽ വേദനിക്കുന്നവരായിരിക്കും. എന്നാൽ നിങ്ങളുടെ ദുർബലത ഒരാളോട് പറഞ്ഞാൽ, ആ വ്യക്തി നിങ്ങളുടെ എത്ര നല്ല സുഹൃത്തായിരുന്നാലും ഒരു ദിവസം ആ ബലഹീനത നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് ഒരാൾക്കറിയാമെങ്കിൽ അയാൾ എന്തു ചെയ്യും? അയാൾ മനഃപൂർവ്വം നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും. നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം വിട്ടു പെരുമാറും. നിങ്ങൾ ഒറ്റപ്പെടലിനെ ഭയപ്പെടുന്നു എന്നൊരാൾക്കറിയാമെങ്കിൽ അയാൾക്ക് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും സ്വന്തം കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബലഹീനതയെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക, അല്ലാതെ നിങ്ങളുടെ അടയാളമാക്കരുത്. 2. നിങ്ങളുടെ ഭാവിയിലെ വലിയ പദ്ധതികൾ വെളിപ്പെടുത്തരുത്. പലരും തങ്ങളുടെ വിജയപദ്ധതികൾ മറ്റുള്ളവരോട് മുൻകൂട്ടി പറയും. ഇത് തങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുമെന്ന് അവർ കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യം ഇതിന് വിപരീതമാണ്. നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ ഒരാളോട് പറയുമ്പോൾ ഒന്നുകിൽ ആളുകൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. നിങ്ങളൊരു വലിയ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിശബ്ദമായി ചെയ്യുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും നിങ്ങൾ വിജയം നേടുമ്പോൾ ലോകം സ്വയം കാണുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം ദൂരത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുക. 3. നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പറയരുത്. ഇന്ന് ആളുകൾ അവരുടെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ തുറന്നുവെക്കുന്നു. ആരെയൊക്കെയാണ് സ്നേഹിക്കുന്നത്, ആരുടെ കൂടെയാണ് യാത്ര പോകുന്നത്, ഏത് ബന്ധമാണ് എങ്ങനെ പോകുന്നത്, എല്ലാം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഓർക്കുക, ഈ ലോകം വളരെ കൗശലമുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതം എത്രത്തോളം തുറന്നു കാണിക്കുന്നുവോ അത്രത്തോളം ആളുകൾ അതിൽ ഇടപെടുകയും നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഒരു ബന്ധം നന്നായി പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിലനിർത്തുക. ഈ ലോകത്ത് നിങ്ങളെ സന്തോഷത്തോടെ കാണാൻ ആഗ്രഹിക്കാത്ത ധാരാളം ആളുകളുണ്ട്. അവർക്ക് നിങ്ങളുടെ സന്തോഷത്തിൽ വിഷം കലർത്താനും അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കാനും കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളും സ്വകാര്യ കാര്യങ്ങളും നിങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കട്ടെ. 4. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ പൂർണ്ണ വിവരങ്ങൾ നൽകരുത്. പണത്തിന്റെ കളി വളരെ വലുതാണ്. നിങ്ങൾക്ക് ധാരാളം പണമുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാവരോടും പറഞ്ഞാൽ നിങ്ങളുടെ പണത്തിനു വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വ്യാജ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങൾക്ക് പണം കുറവാണെങ്കിൽ നിങ്ങളത് തുറന്നു പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ ദുർബലരായി കണക്കാക്കും, നിങ്ങളെ ബഹുമാനിക്കില്ല, നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ ചെലവുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളിൽ മാത്രം സൂക്ഷിക്കുക. ലോകത്തിന് എത്രത്തോളം കുറച്ചറിയാമോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. 5. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പുറത്തു കാണിക്കരുത്. നിങ്ങൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ,
ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ, ഒരു ആവശ്യക്കാരന് പണം നൽകുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ കാണിക്കാനുള്ള ആവശ്യമില്ല. യഥാർത്ഥ നന്മയെന്നാൽ രഹസ്യമായി ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് പുറത്തു കാണിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ നിങ്ങളുടെ ഉദ്ദേശ്യത്തിൽ സംശയിക്കാൻ തുടങ്ങും. നിങ്ങൾ പ്രശംസ നേടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് അവർ കരുതുന്നു, അല്ലാതെ ഹൃദയം കൊണ്ടല്ല. ഇത് നിങ്ങളുടെ നന്മയെ ഒരു പരിഹാസമാക്കി മാറ്റിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ നന്മ നിങ്ങളുടെ അടയാളമായി മാറട്ടെ, അല്ലാതെ നിങ്ങളുടെ പ്രശസ്തിക്കുള്ള മാർഗമാക്കരുത്. 6. നിങ്ങളുടെ കുടുംബപ്രശ്നങ്ങൾ എല്ലാവരോടും പറയരുത്. ഓരോ കുടുംബത്തിലും ചില പ്രശ്നങ്ങളുണ്ടാകും. വഴക്കുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതെല്ലാം എല്ലാ വീടുകളിലും സംഭവിക്കുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങൾ പുറത്തുള്ളവരുമായി പങ്കുവച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ കുടുംബപ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ ആളുകൾ ഒന്നുകിൽ നിങ്ങളെ പരിഹസിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മുതലെടുക്കാൻ ശ്രമിക്കും. ചിലർ നിങ്ങളുടെ കുടുംബത്തെ മോശമായി ചിത്രീകരിക്കാൻ പോലും ശ്രമിച്ചേക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ വീടിനുള്ളിൽ തന്നെ ഒതുക്കിവെക്കുക. 7. നിങ്ങളുടെ ഭയത്തെക്കുറിച്ചും അരക്ഷിതാവസ്ഥയെക്കുറിച്ചും പറയരുത്. നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാവരുമായി പങ്കുവെക്കരുത്. ഭയവും അരക്ഷിതാവസ്ഥയും ആളുകൾ മുതലെടുക്കാൻ മടിക്കാത്ത ബലഹീനതകളാണ്. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് പരിഭ്രമിക്കുന്നുവെന്ന് ആളുകളോട് പറഞ്ഞാൽ അവർ നിങ്ങളെ കൂടുതൽ ഭയപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങളുടെ അരക്ഷിതാവസ്ഥ മറ്റുള്ളവരെ കാണിച്ചാൽ അവർ നിങ്ങളുടെ ധൈര്യത്തെ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങളുടെ ഭയം നിങ്ങളിൽ തന്നെ ഒതുക്കിവെക്കുക. നിങ്ങളുടെ ധൈര്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ലോകത്ത് വിജയിക്കാനും ബഹുമാനം നേടാനും നിങ്ങളെത്തന്നെ ശക്തനാക്കാനും നിങ്ങൾ ഈ 7 കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു രഹസ്യം പോലെ ജീവിക്കാൻ പഠിക്കുക. കാരണം ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എത്ര കുറച്ചറിയാമോ അത്രത്തോളം നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ പ്രയാസമാകും. ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ തെറ്റായി മുതലെടുക്കാനും കഴിയില്ല. ഈ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ മാത്രമല്ല, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി സ്വയം മാറാനും കഴിയും. അതുകൊണ്ട് ഓർക്കുക, മരിച്ചാലും ഈ 7 കാര്യങ്ങൾ ആരോടും പറയരുത്. നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വെറും തത്വങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ എല്ലാവരും എപ്പോഴെങ്കിലും അഭിമുഖീകരിക്കുന്ന കൈപ്പേറിയ സത്യങ്ങളാണിവ. എന്നാൽ ചോദ്യമിതാണ്, നിങ്ങൾ ഇതുവരെ ഇതിലെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജാഗ്രത പാലിക്കണം. കാരണം നിങ്ങൾ ആരെങ്കിലും ഒരാളെ വിശ്വസിച്ച് നിങ്ങളുടെ ദുർബലതകൾ തുറന്നുകാട്ടിയിരിക്കാം, നിങ്ങളുടെ പദ്ധതികൾ പങ്കുവച്ചിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ ജീവിതം ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കാം. അതിന്റെ ഫലം ഇപ്പോഴോ ഭാവിയിലോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടിവരും. എന്നാൽ വിഷമിക്കേണ്ട, ഓരോ തെറ്റിനും ഒരു പരിഹാരമുണ്ട്. ഈ 7 കാര്യങ്ങളുടെ പ്രാധാന്യം നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കണം. ഈ 7 കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം? ഇനി ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്ന് നോക്കാം. ദുർബലതയെ മറച്ചുവെക്കാതെ ശക്തിയാക്കി മാറ്റുക. ഒരു കാര്യം നിങ്ങളെ ദുർബലനാക്കുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ആ ദുർബലതയിൽ പ്രവർത്തിക്കണം, അതിനെ ഇല്ലാതാക്കണം. നിങ്ങൾക്ക് ദേഷ്യം പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണെങ്കിൽ സ്വയം വികസിപ്പിക്കുക. ഒറ്റപ്പെടലിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ സൗഹൃദം സ്ഥാപിക്കാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ ദുർബലതയെ ശക്തിയായി മാറ്റുമ്പോൾ ലോകത്തിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പദ്ധതികളിൽ നിശബ്ദമായി പ്രവർത്തിക്കുക. നിങ്ങൾക്കൊരു വലിയ സ്വപ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാവരോടും പറയരുത്. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നവരോടും നിങ്ങൾ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരോടും മാത്രം പറയുക. ഏറ്റവും പ്രധാനമായി, കൂടുതൽ സംസാരിക്കുന്നതിനു പകരം കൂടുതൽ പ്രവർത്തിക്കുക. നിങ്ങൾ വിജയം നേടുമ്പോൾ ലോകം സ്വയം കാണും. സ്വകാര്യ ജീവിതം സ്വകാര്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ഒഴിവാക്കുക. ഓർക്കുക, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എത്ര കുറച്ചറിയാമോ അത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമാകും. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വിവേകത്തോടെ സംസാരിക്കുക. നിങ്ങൾക്ക് ധാരാളം പണമുണ്ടെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പണം കുറവാണെങ്കിൽ അത് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടേണ്ട ആവശ്യവുമില്ല. എല്ലായ്പ്പോഴും ഒരു സന്തുലിതമായ ചിത്രം നിലനിർത്തുക. അങ്ങനെ ആളുകൾ നിങ്ങളെ തെറ്റായി വിധിക്കില്ല, മുതലെടുക്കാൻ ശ്രമിക്കുകയുമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പുറത്ത് കാണിക്കരുത്. നിങ്ങൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ നന്മ ഹൃദയം കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലാതെ പ്രശംസ നേടാൻ വേണ്ടിയല്ല. നിങ്ങൾ സത്യസന്ധമായ ഹൃദയത്തോടെ ഒരാളെ സഹായിക്കുമ്പോൾ നിങ്ങളുടെ നന്മ സ്വയം പ്രകാശിക്കുകയും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. കുടുംബ പ്രശ്നങ്ങൾ പുറത്തു പറയരുത്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക. പുറത്തുള്ളവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതൊന്നും വരുത്തില്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് നശിപ്പിക്കാനിടയാക്കും. ആളുകൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹസിച്ചേക്കാം.
ഭയം നിങ്ങളുടെ ബലഹീനതയാകാൻ അനുവദിക്കരുത്. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ ആവർത്തിച്ച് പ്രകടിപ്പിക്കരുത്. ഭയത്തെ മറികടക്കാൻ പഠിക്കുക. നിങ്ങളുടെ ഭയം തിരിച്ചറിയുക, അത് ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുക. കാരണം ആളുകൾ നിങ്ങളുടെ ഭയം തിരിച്ചറിഞ്ഞാൽ അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങൾ ഭയത്തെ മറികടക്കുമ്പോൾ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരും. ആളുകൾ നിങ്ങളുടെ ദുർബലത അറിഞ്ഞ് അത് മുതലെടുക്കും. നിങ്ങളുടെ വിജയത്തിന്റെ വഴിയിൽ തടസ്സങ്ങളുണ്ടാക്കും. നിങ്ങളുടെ സ്വകാര്യ ജീവിതം ആളുകൾക്ക് വിനോദത്തിനുള്ള മാർഗമാകും. നിങ്ങളുടെ പണത്തെയും സ്വത്തിനെക്കുറിച്ചും അറിഞ്ഞുകൊണ്ട് ആളുകൾ നിങ്ങളിൽ നിന്ന് നേട്ടങ്ങളുണ്ടാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ നന്മയെ പരിഹസിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് ആളുകൾ അപവാദങ്ങൾ പ്രചരിപ്പിച്ചേക്കാം.